അല്ല, പല കലാസൃഷ്ടികളെക്കുറിച്ചുള്ള വിവാദങ്ങളെയും അത് ഈ രാഷ്ട്രീയ താല്പര്യങ്ങളെ ആധാരമാക്കി ഉണ്ടാക്കുന്നതാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? അതെ അതെ. കാരണം ആരും ഗൗരവമായി മാധ്യമത്തെ എടുക്കുന്നില്ല. ഇപ്പോൾ നാടകമെങ്കിൽ നാടകത്തിൻ്റെ മാധ്യമവുമായി ബന്ധപ്പെട്ട് ബഹുമാനത്തോടു കൂടി ആഴങ്ങളിലേക്ക് അതിൻ്റെ സാധ്യതകളിലേക്ക് പോകാൻ തോന്നണം. മറിച്ച് ഉപരിതലത്തിൽ നിന്നിട്ട് അവർക്കിഷ്ടമുള്ളത് ഇതിവിടെ വായിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഈ എഴുത്തുകാരനൊന്നും ചെയ്യാനാവില്ല. അങ്ങനെ ധാരാളം കല്ലേറ് കൊള്ളുന്ന എഴുത്തുകാർ നമ്മുടെ നാട്ടിലുണ്ട്. നാടകവേദിയുമായി അലിഞ്ഞു ചേരുകയും നാടക സംബന്ധമായ പഠനങ്ങൾക്ക് വേണ്ടി മിക്കവാറും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും ഗവേഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള അങ്ങിലേക്ക് ഈ ഗാന്ധിയൻ ചിന്താഗതി എങ്ങനെയാണ് കടന്നു വന്നത്? ഗാന്ധിയൻ ചിന്ത ഇതിൽ നിന്നും വേറിട്ട ഒന്നല്ല. അത് ഗാന്ധിയൻ ചിന്തയും കൂടിയെന്നും പറഞ്ഞു പറയണമില്ല. സജീവ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ സാറിന്? ഞാൻ സജീവ രാഷ്ട്രീയക്കാരനാണ്, പാർട്ടി പ്രവർത്തകനല്ല. വ്യത്യാസം അതാ. കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ജയപ്രകാശ് നാരായണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പിൽ 1965 ബാംഗ്ലൂരിൽ വെച്ച് പങ്കെടുത്തു. അങ്ങനെ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യയുടെ സമ്പദ്ഘടന, രാഷ്ട്രീയ ഘടന, ഭരണ സംവിധാനം, ജനാധിപത്യ സങ്കല്പം, സ്വാതന്ത്ര്യം, പൗരാവകാശം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു ബോധം ഉണ്ടാവുകയും അത് പിന്നെ എൻ്റെ സാഹിത്യരചനയിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും നാടക ജീവിതത്തിലും ഒക്കെ സ്വാഭാവികമായി അലിഞ്ഞു ചേരുകയും ചെയ്യുന്നതാണ്. ഇത്രയധികം രാഷ്ട്രീയ അവബോധമുണ്ടായിട്ടും കഴിഞ്ഞ കൊല്ലം സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഡോക്ടർ പ്രവേശിക്കാതിരുന്നത്? ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലാണ്. അത് എഴുത്തിലും പ്രസംഗങ്ങളിലും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും പൗരാവകാശ സംവിധാനങ്ങളിലും പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ഒക്കെയാണ്. പാർട്ടി പ്രവർത്തനത്തിലല്ലെന്നേ ഉള്ളൂ. പാർട്ടി പ്രവർത്തനം മാത്രമാണ് സജീവ രാഷ്ട്രീയമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പാർട്ടി എന്ന് പറയുമ്പോൾ അത് എഴുത്തുകാരൻ്റെ ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവനെ പരിമിതിപ്പെടുത്തും. ആ പരിമിതി എനിക്കിഷ്ടമല്ല. അത് ഒന്നിനും വേണ്ടി എൻ്റെ നാട്ടിൽ ഞാൻ സാമ്പത്തികമായിട്ടൊക്കെ ക്ഷീണിച്ച ഒരു നായർ തറവാട്ടിൽ നിന്ന് വന്ന ആളാണ്. ജാതിക്കെതിരെ, മതത്തിനെതിരെ, നിലവിലിരുന്ന സമ്പദ്ഘടനയ്ക്കൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യം എനിക്കേറെ വലുതാണ്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എൻ്റെ നാടകാവിഷ്കാരവും അധ്യാപനവും ഗാന്ധിയും ഒക്കെ വരുന്നത് ഈ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യത്തിലേക്കാണ്. അതിനെ വിഘാതപ്പെടുത്തുന്ന പാർട്ടി പ്രവർത്തനം ഇന്ന് നമുക്കറിയാം. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ സംഭവിക്കുന്ന എന്താ നമുക്കറിയാം. അടുത്ത തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള സജീവ രാഷ്ട്രീയമേ ആളുകൾക്കുള്ളൂ. യഥാർത്ഥ രാഷ്ട്രീയം നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ കുറഞ്ഞു വരുന്നു. അവിടെയാണ് ഞങ്ങളുടെ പോലെയുള്ളവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രസക്തി എന്ന് വിശ്വസിക്കുന്നു. അല്ല, നാടക പ്രവർത്തനത്തിന് വേണ്ടി നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് വിവാഹത്തെക്കുറിച്ച് പോലും ഒരു ചിന്തയില്ലാതെ നടന്ന അങ്ങ് ഒടുവിൽ വളരെ നാടകീയമായി ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായിരുന്നു സാറേ സാറിൻ്റെ ജീവിതത്തിൽ നടന്ന ആ നാടകം? അതൊരു നമ്മളെ പെട്ടെന്ന് കുടുക്കിലാക്കുന്നൊരു ചോദ്യമായത്. ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മയും എന്നെ നാടകത്തിലേക്ക് നയിച്ച കരുണാകരൻപിള്ള സാറും ഒക്കെ എൻ്റെ നാട്ടിലെ മുഴുവൻ ആളുകളും ആരാണ് ഈ നാടകത്തിലേക്ക് ആദ്യമായി കൈപിടിച്ചു കൊണ്ടുവന്നത്? നാട്ടിലെ UPSലൊക്കെ എന്നെ പഠിപ്പിച്ച ഒരു കരുണാകരൻപിള്ള സാറുണ്ട്, ഹിന്ദി അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് നാടകത്തിൽ വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. എല്ലാ പ്രാവശ്യവും എല്ലാ സ്കൂളിൽ നാടകം കളിക്കും. വിദ്യാർത്ഥിയായ ഞാനും കൂടി അഭിനയിക്കും. പിന്നെ വയലായാലും തൊട്ടടുത്ത പ്രദേശങ്ങളിലുമുള്ള നാടകങ്ങളിൽ പങ്കെടുപ്പിക്കും. അങ്ങനെ നാടകത്തിലേക്ക് വന്നു. എൻ്റെ അമ്മ കൂടെ എപ്പോഴും ഉണ്ട്, ഏത് കാണാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ ഈ വിവാഹത്തെപ്പറ്റിയും എപ്പോഴും പറയുമായിരുന്നു. എനിക്ക് ഇവിടെ മാരിവാനസ് കോളേജിൽ പഠിച്ചു, അവിടെ ജോലി കിട്ടിയതിന് ശേഷം. പക്ഷെ അപ്പോഴേക്കും ഞാനൊരു ഒരു സോഷ്യലിസ്റ്റ് ചിന്തയിലോ ഗാന്ധിയൻ ചിന്തയിലോ ഒക്കെ ആകൃഷ്ടനായി. എങ്ങനെയോ എൻ്റെ മനസ്സിൽ നിലവിലിരിക്കുന്ന ജാതി സ്ത്രീധന സമ്പ്രദായമൊക്കെ തെറ്റാണ്, പഠിപ്പിക്കുന്നത് അതിനനുകൂലമായിട്ടാണ്. അല്ലാതെ ഈ ഉദ്യോഗം എന്ന് പറയുന്നത് ഒന്നും ഈ നമ്മുടെ സാമൂഹ്യ ജീവിതം വേറെ ഒന്നും അല്ല, ഇതെല്ലാം ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ വിവാഹം എന്ന് പറയുന്നത് നിസ്സാരമാണ്, ആവശ്യമില്ല. സ്വന്തമായി പേരിൽ ഒന്നും ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേരിൽ ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാകരുത്, വസ്തു വകകൾ, ഭാര്യ ഒന്നും ഉണ്ടാകരുത്, പിന്നെ ഭൂമി ആകെ സ്വന്തം എന്നൊക്കെ നമ്മുടെ ഒരു ഭാരതീയമായ ചിന്ത കൂടെ സ്വാധീനിച്ച ഒരു ആശയങ്ങളുടെ ചിറകിലേറി പറന്നൊരു കാലമായിരുന്നു.